ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലി പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം കൂട്ടുകാർക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ആൻസർ ചെയ്യുക. ഇവിടെയുള്ള നിർദ്ദേശങ്ങൾ നോക്കിയേ. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് കൂട്ടുകാർ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ 6 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പ്രവർത്തനത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം ചെയ്യുക. അടുത്ത ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ കൂട്ടുകാരെ നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് വേണം കൂട്ടുകാർ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. പനങ്കിളിയുടെ കനിവ്. തേനുണ്ണിയുടെ കരച്ചിൽ കേട്ട് ചുറ്റുപാടുമുള്ള പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും അവിടേക്ക് പരന്നെത്തി. അയ്യോ, ഇത് നമ്മുടെ തേനുണ്ണിയാണല്ലോ. കുഞ്ഞി പനങ്കിളി അവനെ തിരിച്ചറിഞ്ഞു. തേൻകുരുവി, നീ വേഗം പോയി കുറച്ച് വേനൽ പച്ചയുടെ ഇല കൊത്തിക്കൊണ്ടുവാ. കുഞ്ഞി പനങ്കിളി തൻ്റെ കൊക്കുകൊണ്ട് തേനുണ്ണിയെ പൊക്കി നേരെ ഇരുത്തി. കുറേ നേരം അവൾ തൻ്റെ ചിറകുകൾ വീശി അവനെ ആശ്വസിപ്പിച്ചു. ഒട്ടും വൈകാതെ തേൻകുരുവി വേനൽ പച്ചയുമായി വന്നെത്തി. കുഞ്ഞി പനങ്കിളി ആ വേനൽ പച്ച കുത്തിവെച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് തേനുണ്ണിയുടെ മുറിവിലൊഴിച്ചു. കുറച്ച് ആശ്വാസമായെന്ന് കണ്ടപ്പോൾ കുഞ്ഞി പനങ്കിളി തൻ്റെ കൂട്ടുകാരനായ പക്ഷികളോടും പൂമ്പാറ്റകളോടും പറഞ്ഞു, നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം. കുഞ്ഞി പനങ്കിളി ഒട്ടും വേദനിപ്പിക്കാതെ അവനെ കൊക്കിലൊതുക്കിക്കൊണ്ട് മെല്ലെ പറന്നു. മറ്റു പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും നിരനിരയായി പറക്കാൻ തുടങ്ങി. ഹായ്, എന്തൊരു ചന്തമുള്ള കാഴ്ച. കൂട്ടുകാരെ, ഇവിടെ മനോഹരമായൊരു കഥാഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതേ തുടർന്ന് ഇവിടെ കുറച്ച് ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാം. 1. ആരൊക്കെയാണ് തേനുണ്ണിയുടെ കരച്ചിൽ കേട്ട് വന്നത്? ഓപ്ഷൻസ് നോക്കിയേ. പൂമ്പാറ്റകളും വണ്ടുകളും, പറവകളും വണ്ടുകളും, അണ്ണാനും മരംകുത്തിയും. ഉത്തരം പൂമ്പാറ്റകളും വണ്ടുകളും. രണ്ടാമത്തെ ചോദ്യം, ആരാണ് അവനെ തിരിച്ചറിഞ്ഞത്? ഓപ്ഷൻസ് നോക്കിയേ. തേൻകുരുവി, കുഞ്ഞിപ്പനങ്കിളി, പൂമ്പാറ്റ. ഉത്തരം എന്താ കൂട്ടുകാരെ? കുഞ്ഞിപ്പനങ്കിളി. 3. കുഞ്ഞിപ്പനങ്കിളി എങ്ങനെയാണ് തേനുണ്ണിയെ ആശ്വസിപ്പിച്ചത്? ഓപ്ഷൻസ് നോക്കിയേ. തൻ്റെ ചിറകുകൾ വീശി കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് പുറം തലോടി. എങ്ങനെയാണ്? തൻ്റെ ചിറകുകൾ വീശി. 4. ചോദ്യം, കുഞ്ഞിപ്പനങ്കിളി തൻ്റെ കൂട്ടുകാരനായ പക്ഷികളോടും പൂമ്പാറ്റകളോടും എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ് നോക്കാം. നമുക്ക് തേനുണ്ണിയെ ഡോക്ടറെ കാണിക്കണം. നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം. നമുക്ക് തേനുണ്ണിയെ ഇവിടെ ഉപേക്ഷിക്കണം. ഉത്തരം, നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം. 5. പൂമ്പാറ്റ എന്ന പദത്തിന് പകരം പദം എഴുതുക. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഭ്രമരം, ചിത്രപതംഗം, അളി. ഉത്തരം ചിത്രപതംഗം. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, പ്രവർത്തനം 2, കഥാപാത്ര നിരൂപണം. ഉണ്ണിക്കണ്ണൻ്റെ കഥ ഓർമ്മയില്ലേ? ഒരു പരിഭവവും പറയാതെ വീട്ടുവേല ചെയ്ത് അമ്മ കൊണ്ടുവരുന്ന തണുത്ത ചോറും കറികളും സന്തോഷത്തോടെ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കൂട്ടുകാർക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി നോക്കൂ. അതായത് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ബി ചോദ്യം, ഉണ്ണിക്കണ്ണന് ആടിനെ മേയ്ക്കുന്ന കുന്നിൻ്റെ കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? അടുത്തു നോക്കിയേ പ്രവർത്തനം 3, ഡയറി കുറിപ്പ്. ഈ ചോദ്യം നോക്കിയേ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അന്ധയായ മെറി എന്ന പെൺകുട്ടിയെ നന്മ പൂക്കൾ എന്ന കഥയിൽ നിന്ന് കൂട്ടുകാർ കണ്ടില്ലേ? ദുരിതം നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ അവളുടെ കൂട്ടുകാർ സഹായത്തിനെത്തുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടുകാരുടെ സ്നേഹവും ഒരു ഡയറി കുറിപ്പിൽ മെറി രേഖപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഡയറി കുറിപ്പ്? കൂട്ടുകാർ മെറിയെ സഹായിച്ചോളൂ. കൂട്ടുകാർക്ക് ഡയറി എഴുതാനായിട്ട് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഡയറി എഴുതാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ബി ചോദ്യം നോക്കിയേ. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും.
എന്ന കവിതാഭാഗം നന്മപ്പൂക്കൾ എന്ന കഥയിലെ ആരുടെ ജീവിതവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മെറി എന്ന കഥാപാത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ. അടുത്ത് നോക്കിയേ പ്രവർത്തനം 4 താരതമ്യക്കുറിപ്പ്. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ, കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റിക്കണക്കങ്ങ് നിന്നാളമ്മ, കാട്ടുതീയായിട്ട് ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ, നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ. അപ്പോൾ ഇടശ്ശേരി എഴുതിയ മനോഹരമായൊരു കവിതാഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കി, അമ്മയുടെ സ്നേഹവും കരുതലും എത്രയുണ്ടെന്ന് ഇടശ്ശേരി ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ ഒരു ഭൂതത്തിൻ്റെ മുൻപിൽ അമ്മ എപ്രകാരമൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് ഈ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. കുമാരനാശാൻ്റെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയും ഇടശ്ശേരിയുടെ ഈ കവിതയും തമ്മിൽ താരതമ്യപ്പെടുത്തി അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യങ്ങൾ കുറിച്ച് വച്ച് കൂട്ടുകാർ ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ തയ്യാറാക്കി നോക്കുക കേട്ടോ. താരതമ്യക്കുറിപ്പും കൂട്ടുകാർക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ്. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയും എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതാഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അക്കിത്തമാണ് എഴുതിയത് കേട്ടോ. നമുക്ക് കവിത വായിക്കാം. അമ്മതൻ മാറത്തു പറ്റിക്കിടക്കുമ്പോൾ ആശ്വാസത്തിനതിരില്ല, അച്ഛൻ്റെ മടിയിലിരിക്കും നേരത്തെ അഭിമാനത്തിനളവില്ല, അന്തിക്ക് പൂനില ഉണ്ടായിത്തീരുന്ന തമ്മിഞ്ഞ പാലിൽ നിന്നാണല്ലോ, അന്തിക്ക് മാനത്ത് മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണീരാണല്ലോ. അപ്പോൾ അക്കിത്തം എഴുതിയ മനോഹരമായൊരു കവിതയാണ്. ഇതിനെക്കുറിച്ച് കൂട്ടുകാർ ആസ്വാദനം തയ്യാറാക്കുക. ആദ്യത്തെ പാരഗ്രാഫിൽ കൂട്ടുകാർ അക്കിത്തം എന്ന് പറയുന്ന കവിയെക്കുറിച്ച് എഴുതാം, കവിതയുടെ ആശയം എഴുതാം, അതിനുശേഷം കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി, പിന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വരികൾ, അതിൻ്റെ ആശയം എന്താണ്, ഇതെല്ലാം കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കിയ കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യമാണ് പ്രവർത്തനം 6 കുറിപ്പ് തയ്യാറാക്കുക. ഈ ചോദ്യം സാധാരണയായി മരക്കൊമ്പിലാണ് ഊഞ്ഞാൽ കെട്ടുക. ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഊഞ്ഞാൽ കെട്ടിയത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് കൂട്ടുകാർ കുറിപ്പ് തയ്യാറാക്കുക. ബി, തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലി പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഡയറി കുറിപ്പ്, കത്തെഴുതുക, നോട്ടീസ് തയ്യാറാക്കുക, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക, കുറിപ്പ് തയ്യാറാക്കുക, പദ്യഭാഗമോ ഗദ്യഭാഗമോ അല്ലെങ്കിൽ ഒരു വർണ്ണനയോ തന്നിരുന്നാൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ ആൻസറുകൾ കണ്ടെത്തി എഴുതാനൊക്കെ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ നന്നായി പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരുമിച്ച് കാണാം. താങ്ക്